ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കാണ് ഡിഫറൻസിയേഷൻ റൂൾസ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ജസ്റ്റ് 2 റൂൾസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് റൂൾ എന്തായിരുന്നു? ഡെറിവേറ്റീവ് ഓഫ് എ കോൺസ്റ്റന്റ്. അതെന്തായിരുന്നു? ഒരു കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും. ദെൻ സെക്കൻഡ് റൂൾ എന്തായിരുന്നു? പവർ റൂൾ ഫോർ പോസിറ്റീവ് ഇൻറ്റിജർ. അതായത് ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റേസ് ടു എൻ എന്ന് പറഞ്ഞാൽ എൻ ഇൻറ്റു എക്സ് റേസ് ടു എൻ മൈനസ് 1 ആയിരിക്കും. അതുപോലെ നമ്മൾ കഴിഞ്ഞ ക്ലാസ് ഡിസ്കസ് ചെയ്താണ് എന്ത്? കോൺസ്റ്റന്റ് മൾട്ടിപ്പിൾ റൂൾ. അതായത് സി ഇൻറ്റു എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ സി ഇൻറ്റു എഫ് ഡാഷ് ഓഫ് എക്സ് ആയിരിക്കും. ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാണ്. ഇനി നെക്സ്റ്റ് നമുക്ക് വരുന്നതാണ് എന്ത്? ദ സം റൂൾ. ഫോർത്ത് റൂൾ ആണ് എന്ത്? സം റൂൾ. ദാറ്റ് ഈസ് ഇഫ് എഫ് ആൻഡ് ജി ആർ ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻസ് ഓഫ് എക്സ്. എഫും ജി എന്താണ്? എക്സിന്റെ ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ ആണ്. അപ്പോൾ എഫും ജിയും ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ ഓഫ് എക്സ് ആണെങ്കിൽ നമുക്ക് ലിമിറ്റ് ഡെഫിനിഷൻ എന്ത് ചെയ്യും? എഫിലും എക്സിലും സാറ്റിസ്ഫൈ ചെയ്യും. Okay, then the sum f plus g is differentiable at every point where f and g are both differentiable. At such points, d by dx of f plus g of x is equal to എന്താണ്? d by dx of f of x plus d by dx of g of x ആയിരിക്കും. That is f plus g dash of x is equal to f dash of x plus g dash of x ആയിരിക്കും. അതായത് എഫും ജിയും ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ ഓഫ് എക്സ് ആണ് എങ്കിൽ എഫ് പ്ലസ് ജി എന്തായിരിക്കും? ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ ഓഫ് എക്സ് ആയിരിക്കും. ദാറ്റ് ഈസ് എഫ് പ്ലസ് ജി ഓൾ ഡാഷ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഡാഷ് ഓഫ് എക്സ് പ്ലസ് ജി ഡാഷ് ഓഫ് എക്സ് ആയിരിക്കും. അതായത് എഫും ജിയും ആഡ് ചെയ്തിട്ടുള്ള ഫംഗ്ഷന് ഡെറിവേഷൻ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? എഫിന്റെ ഡെറിവേഷൻ കണ്ടുപിടിച്ചിട്ട് ജിയുടെ ഡെറിവേഷൻ ആയിട്ട് ആഡ് ചെയ്താൽ മതി. ഓക്കെ, ദാറ്റ് ഈസ് ലെറ്റ് h of x is equal to f of x plus g of x where f and g are differentiable functions of x. Then for any x in the domain of f plus g, h of x plus delta x minus h of x divided by delta x എന്ത് വരും? h of x എന്ന് പറഞ്ഞാൽ എന്താണ്? f of x plus g of x ആണ്. Then h of x plus delta x എന്ത് വരും? f of x plus delta x plus g of x plus delta x minus f of x plus g of x. ഈ മൈനസ് മൊത്തത്തിൽ മൈനസ് ആയിട്ട് പോകാനാണ് f of x minus g of x divided by delta x. ഇനി നമ്മൾ എന്ത് ചെയ്യുക? ഇതിനെ എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എഫ് ഓഫ് എക്സിന് ഒരു ടേം ആയിട്ടും ജി ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് ജി ഓഫ് എക്സിന് ഒരു ടേം ആയിട്ട് നമ്മൾ മാറ്റുന്നു. ദാറ്റ് ഈസ് എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് ഡിവൈഡ് ബൈ ഡെൽറ്റ എക്സ് പ്ലസ് ജി ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് ജി ഓഫ് എക്സ് ബൈ ഡെൽറ്റ എക്സ്. ഇത് നമ്മൾ ലെഫ്റ്റിൽ ലിമിറ്റ് കൊടുക്കുക, റൈറ്റിൽ ലിമിറ്റ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഈ ടേമിന് ലിമിറ്റ് വരുമ്പോൾ എന്തായിട്ട് വരും? അത് എഫ് എന്ന് പറഞ്ഞ ഫംഗ്ഷന്റെ ഡെറിവേഷൻ ആയിട്ട് വരും. ഇത് ജി എന്ന് പറഞ്ഞ ഫംഗ്ഷന്റെ ഡെറിവേഷൻ ആയിട്ട് വരും. നമുക്കറിയാം എഫും ജിയും ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ ആണ് എക്സിന്റെ. അങ്ങനെയാണെങ്കിൽ അത് എക്സിസ്റ്റ് ചെയ്യുകയും ചെയ്യും. Since f and g are differentiable at x as delta x tending to 0, limit of both quotient of the RHS of the above equation exists and limit delta x tending to 0 f of x plus delta x minus f of x divided by delta x എന്ത് വരും? f dash of x and limit delta x tending to 0 g of x plus delta x minus g of x divided by delta x is equal to g dash of x വരും. Okay, hence quotient on the left side, LHS also exists. LHS എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡ്, RHS എന്ന് പറഞ്ഞാൽ റൈറ്റ് ഹാൻഡ് സൈഡ്. ഓക്കെ, ഇക്വേഷന്റെ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ആണ് ഉദ്ദേശിച്ചത്. ഓക്കെ, therefore h is equal to f plus g is differentiable at x and h dash of x is equal to എന്ത് വരും? limit delta x tending to 0 h of x plus delta x minus h of x divided by delta x that's equal to എന്ത് വരും? limit delta x tending to 0 f of x plus delta x minus f of x divided by delta x plus g of x plus delta x minus g of x divided by delta x വരും. ലിമിറ്റ് നമ്മൾ സം റൂൾ വെച്ചിട്ട് രണ്ടിനും സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുക. ദെൻ ദിസ് ആൻഡ് ദിസ് വരും. ദിസ് ഈക്വൽ ടു എന്താണ്? എഫ് ഡാഷ് ഓഫ് എക്സ് ആണ് ആൻഡ് മറ്റ് ജി ഡാഷ് ഓഫ് എക്സ്. ദെർഫോർ എച്ച് ഡാഷ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എന്ത് വന്നു? എഫ് ഡാഷ് ഓഫ് എക്സ് പ്ലസ് ജി ഡാഷ് ഓഫ് എക്സ്. ദെർഫോർ എഫ് പ്ലസ് ജി ഡാഷ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എന്ത് വരും? എഫ് ഡാഷ് ഓഫ് എക്സ് പ്ലസ് ജി ഡാഷ് ഓഫ് എക്സ്. ദാറ്റ് ഈസ് ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് പ്ലസ് ജി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എന്ത് വരും? ജി ബൈ ഡി എക്സ് ഓഫ് എഫ് ഓഫ് എക്സ് പ്ലസ് ഡി ബൈ ഡി എക്സ് ഓഫ് ജി ഓഫ് എക്സ്. ഓക്കെ, ദെൻ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കൊറോളറിയാണ്. അത് കൊറോളറിനാണ് ആ തിയറം വെച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു തിയറം പോലെ. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യാണ്? നമ്മൾ പറഞ്ഞു രണ്ട് ഫംഗ്ഷൻസിന്റെ സം എന്താണ്? ഡെറിവേഷൻ കണ്ടുപിടിക്കണമെങ്കിൽ ഓരോന്നിന്റെ ഡെറിവേഷൻ സെപ്പറേറ്റ് കണ്ടിട്ട് ആഡ് ചെയ്താൽ മതി. നമ്മളിന്റെ ജനറൽ കേസിലേക്ക് പോവാണ്. ഇഫ് f1, f2 etc. fn are differentiable functions of x, then the sum f1 plus f2 plus etc. plus fn is differentiable at every point where all fi's are differentiable. At such point, d by dx of f1 plus f2 plus etc. plus fn of x is equal to എന്തായിരിക്കും? d by dx of f1 plus d by dx of f2 plus etc. plus d by dx of f of n ആയിരിക്കും. അതായത് നമുക്ക് f1 f2 etc. fn ആണ് ഫംഗ്ഷൻസിൻ്റെ എല്ലാം എന്താണ്? എക്സിൽ ഡിഫറൻഷ്യബിൾ ആണ്. അങ്ങനെയാണെങ്കിൽ അതിന് സം ആയിട്ട് വരുന്ന f1 plus f2 plus etc. fn എന്തായിരിക്കും? f5കളൊക്കെ എവിടെയൊക്കെ ഡിഫറൻഷ്യബിൾ ആണ് അവർക്ക് എന്തായിട്ട് വരും? ഈ f1 plus f2 plus
etc. plus fn എന്ന ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആയിട്ട് വരും. സച്ച് ദാറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, d by dx of f1 plus f2 plus etc. fn of x is equal to എന്ത് വരും, g by dx of f1 plus d by dx of f2 plus etc. plus d by dx of fn വരും. ഓക്കെ, ഇതിന്റെ പ്രൂഫ് പറഞ്ഞാൽ നമുക്ക് നേരത്തെ സം റൂൾ വെച്ചിട്ട് അത് വെച്ച് ചെയ്താൽ മതി. ഓക്കെ, ദെൻ നെക്സ്റ്റ് corollary 2, difference rule. If f and g are differentiable functions of x, then their difference f minus g is differentiable at every point where f and g are both differentiable at such points. d by dx of f minus g of x is equal to എന്താണ്, d by dx of f of x minus d by dx of g of x. അതായത് എഫും ജിയും ഉണ്ട്, അത് രണ്ടും എന്താണ്, ഡിഫറൻഷ്യബിൾ ആണ് അറ്റ് ദി പോയിന്റ് എക്സ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഡിഫറൻസ് ദാറ്റ് ഈസ് എഫ് മൈനസ് ജി എന്തായിരിക്കും, ഈ എഫും ജി എവിടെയൊക്കെ ഡിഫറൻഷ്യബിൾ ആണ് അതൊക്കെ എന്തായിട്ട് വരും, എഫ് മൈനസ് ജി ഡിഫറൻഷ്യബിൾ വരും. ഇപ്പൊ നമ്മൾ നേരത്തെ എടുത്ത സം റൂളിൽ എന്ത് ചെയ്യാൽ മതി, എഫ് പ്ലസ് മൈനസ് ജി എടുത്താൽ മതി. ഓക്കെ, മൈനസ് ജി ആണ് എന്താണ്, കോൺസ്റ്റന്റ് റൂൾ ആണ്. മൈനസ് ഓഫ് ജി ആണ് ജി ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ മൈനസ് ജി ഓഫ് എക്സ് എന്തായിരിക്കും, ഡിഫറൻഷ്യബിൾ ആയിരിക്കും. എന്ത് ചെയ്താൽ മതി, ജി എവിടെയാണ് ഡിഫറൻഷ്യബിൾ അതിന്റെ കൂടെ -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ സം റൂളും കോൺസ്റ്റന്റ് മൾട്ടിപ്പിൾ റൂളും വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ, ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് മൈനസ് ജി എന്ന് പറഞ്ഞാൽ എന്താണ്, ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ഓഫ് എക്സ് മൈനസ് ഡി ബൈ ഡി എക്സ് ഓഫ് ജി ഓഫ് എക്സ് വരും. ഓക്കെ, ദെൻ ഫിഫ്ത്ത് റൂൾ ആണ് എന്ത്, ഡെറിവേറ്റീവ് ഓഫ് എ പോളിനോമിയൽ. ഒരു പോളിനോമിയൽ ഫംഗ്ഷൻ ഡെറിവേറ്റീവ്. ഓക്കെ, കൺസിഡർ ദി പോളിനോമിയൽ പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എ നോട്ട് എക്സ് റേസ് ടു എൻ പ്ലസ് എ വൺ എക്സ് റേസ് ടു എൻ മൈനസ് വൺ പ്ലസ് എക്സെട്ര പ്ലസ് എ എൻ മൈനസ് വൺ ഇൻറ്റു എക്സ് പ്ലസ് എ എൻ, വെർ എൻ ഈസ് a non-negative integer and a naught, a1, etc. n are real numbers. Then f of x is differentiable for all real values of x and p dash of x is equal to d by dx of f of x ആണ്. That is, sorry, d by dx of p of x ആണ്. p of x ആണ് എന്താണ്, നമുക്കറിയാം എ നോട്ട് എക്സ് റേസ് ടു എൻ പ്ലസ് എ വൺ എക്സ് റേസ് ടു എൻ മൈനസ് വൺ പ്ലസ് എക്സെട്ര പ്ലസ് എ എൻ മൈനസ് വൺ ഇൻറ്റു എക്സ് പ്ലസ് എ എൻ ആണ്. നമ്മൾക്കത് സം റൂള് നമ്മൾ കൊറോളറി സം റൂളിന്റെ കൊറോളറി വെച്ചു. അതുപോലെ കോൺസ്റ്റന്റ് മൾട്ടിപ്പിൾ റൂൾ വെച്ചിട്ട് നമുക്ക് എന്ത് പറ്റും, ഡി ബൈ ഡി എക്സ് ഓഫ് പി ഓഫ് എക്സ് എന്ത് കാണിച്ചും, എൻ ഇൻറ്റു എ നോട്ട് എക്സ് റേസ് ടു എൻ മൈനസ് വൺ പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു എ വൺ എക്സ് റേസ് ടു എൻ മൈനസ് വൺ പ്ലസ് എക്സെട്ര പ്ലസ് 2 ഇൻറ്റു എ എൻ മൈനസ് 2 ഇൻറ്റു എക്സ് പ്ലസ് എ എൻ മൈനസ് വൺ ആയിട്ട് നമുക്ക് കിട്ടും. ഓക്കെ, then അതിന്റെ പ്രൂഫ്, by using sum rule, power rule for positive integers and constant multiple rule of differentiation, we can conclude that the polynomial p of x is differentiable, and by using sum rule and constant multiple rule of differentiation we get p dash of x is equal to d by dx of p of x, that's equal to എന്താണ്, d by dx of a naught x raised to n plus a1 x raised to n minus 1 plus etc. plus a n minus 1 into x plus a n ആണ്. അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സം റൂളും പവർ റൂളും കോൺസ്റ്റന്റ് മൾട്ടിപ്പിൾ റൂളും ഒക്കെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, d by dx of a naught x raised to n plus d by dx of a1 x raised to n minus 1 plus etc. plus d by dx of a n minus 1 x plus d by dx of a n വരും. d by dx of a naught x raised to n ആണ് എന്താണ്, n into a naught x raised to n minus 1 വരും. അതേപോലെ നമ്മൾ d by dx of a n എന്ത് വരും, a n വരും. ഓക്കെ, ദാറ്റ് ഈസ് d by dx of a n. a n എന്ന കോൺസ്റ്റന്റ് ആണ്, കോൺസ്റ്റന്റ് ഡിഫറൻഷിയേഷൻ എന്താ 0 പോകും. ദാറ്റ് ഈസ് നമുക്ക് എന്ത് വരും, n into a n സോറി a naught x raised to n minus 1 plus n minus 1 into a1 x raised to n minus 2 plus etc. plus 2 into a n minus 1 sorry a n minus 2 into x plus a n minus 1 വരും. ഓക്കെ, ക്ലിയർ. ദെൻ സിക്സ്ത് റൂൾ ആണ് ദ പ്രൊഡക്റ്റ് റൂൾ. If u and v are differentiable functions of x, their product uv is differentiable at every point. At such point, d by dx of uv equal to എന്ത് വരും, u into dv by dx plus v into du by dx ആയിട്ടും. അതായത് യും v എന്ന ഫംഗ്ഷൻസ് എന്താണ്, ഡിഫറൻഷ്യബിൾ ആണ് അറ്റ് ദി പോയിന്റ് എക്സ് എങ്കിൽ യു വി എന്തായിരിക്കും, ഡിഫറൻഷ്യബിൾ ആയിരിക്കും അറ്റ് ദി പോയിന്റ് എക്സ്. അതിന്റെ ഇക്വേഷൻ എന്താണ്, യു വി ഡാഷ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എന്താണ്, യു ഓഫ് എക്സ് ഇൻറ്റു വി ഡാഷ് ഓഫ് എക്സ് പ്ലസ് വി ഓഫ് എക്സ് ഇൻറ്റു യു ഡാഷ് ഓഫ് എക്സ്. അതായത് യു ഓഫ് എക്സിന്റെ കൂടെ വിയുടെ ഡെറിവേഷൻ ആഡ് ഇൻറ്റു ചെയ്തിട്ട് പ്ലസ് ചെയ്യുന്നതിന്റെ കൂടെ വിയുടെ കൂടെ യുടെ ഡെറിവേഷൻ ആഡ് ചെയ്യാം. ഓക്കെ, ദാറ്റ് ഈസ് ലെറ്റ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, യു വി ഓഫ് എക്സ് ആക്കുക. ദാറ്റ് ഈസ് യു ഓഫ് എക്സ് ഇൻറ്റു വി ഓഫ് എക്സ് ആണ് നമ്മുടെ എഫ് ഓഫ് എക്സ് ആണ്. where u and v are differentiable functions of x ആണ്. യും വിയും എന്താണ്, എക്സിന് ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻഡ് ടു 0 u of x plus delta x minus u of x divided by delta x എന്താണ്, u dash of x വരും. ആൻഡ് ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻഡ് ടു 0 v of x plus delta x minus v of x divided by delta x എന്ത് വരും, v dash of x വരും. Then for any x in the domain of uv, f of x plus delta x minus f of x by delta x എന്ത് വരും, u of x plus delta x into v of x plus delta x minus u of x into v of x by delta x. കാരണം f of x പറഞ്ഞാൽ എന്താണ്, u v ആണ്. ഓക്കെ, ദാറ്റ്സ് ഈക്വൽ ടു എന്ത് വരും, നമ്മൾ എന്ത് ചെയ്യാം,
ഇവിടെ ഒരു യു ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് വി ഓഫ് എക്സ് ആഡ് ചെയ്യുക മൈനസ് ചെയ്യുക. ഓക്കെ, ദാറ്റ് ഈസ് യു ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് ഇൻറ്റു വി ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് യു ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് ഇൻറ്റു വി ഓഫ് എക്സ് പ്ലസ് യു ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് ഇൻറ്റു വി ഓഫ് എക്സ് മൈനസ് യു ഓഫ് എക്സ് ഇൻറ്റു വി ഓഫ് എക്സ് ഡിവൈഡ് ബൈ ഡെൽറ്റ എക്സ്. ഓക്കെ, നമ്മൾ ഈ ഫസ്റ്റ് ടേം എന്ത് ചെയ്യുക, യു ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് നമ്മൾ കോമൺ ആയിട്ട് പുറത്തെടുക്കുക, ഇവിടുന്ന് വി ഓഫ് എക്സ് കോമൺ ആയിട്ട് പുറത്തെടുക്കുക. എന്നിട്ട് രണ്ട് ടേംസ് ആക്കി അതിനെ മാറ്റുക. യു ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് പുറത്തെടുക്കുമ്പോൾ ഒരു വി ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് വി ഓഫ് എക്സ് ബൈ ഡെൽറ്റ എക്സ് വരും. ഓക്കെ, ഇവിടുന്ന് യു ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് പുറത്തെടുക്കുമ്പോൾ ഒരു ബാക്കി എന്തുണ്ടാവുക, വി ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് ഉണ്ടായിരിക്കും, ഇവിടെ വി ഓഫ് എക്സ് ഉണ്ടായിരിക്കും. ഇവിടുന്ന് അതുപോലെ ഈ രണ്ട് ടേമൊന്നും വി ഓഫ് എക്സ് പുറത്തെടുക്കുമ്പോൾ വരും വി ഓഫ് എക്സ് ഇൻറ്റു യു ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് യു ഓഫ് എക്സ് ഡിവൈഡ് ബൈ ഡെൽറ്റ എക്സ് വരും. ഓക്കെ, ഈ ടേംസിൽ നമ്മൾ ലിമിറ്റ് കൊടുക്കുക. ഇനി ലെഫ്റ്റ് സൈഡിൽ റൈറ്റ് സൈഡിൽ നമ്മൾ ലിമിറ്റ് കൊടുക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, യും ബിയും ഡിഫറൻഷ്യബിൾ ആയതുകൊണ്ട് നമുക്ക് ലിമിറ്റ് ഡെഫിനിഷൻ വെച്ച് നമുക്ക് എന്ത് ഏറ്റവും മുന്നോട്ട് പോകാൻ പറ്റും. യൂസിങ് സം റൂൾ, പ്രൊഡക്റ്റ് റൂൾ ആൻഡ് കോൺസ്റ്റന്റ് മൾട്ടിപ്പിൾ റൂൾ ഓഫ് ലിമിറ്റ് വി ഗെറ്റ് ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻഡിങ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് ഡിവൈഡ് ബൈ ഡെൽറ്റ എക്സ് ദാറ്റ്സ് ഈക്വൽ ടു എന്തുവരും, ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻഡിങ് ടു 0 യു ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് ഇൻറ്റു വി ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് വി ഓഫ് എക്സ് divided by delta x plus v of x into u of x plus delta x minus u of x divided by delta x വരും. സം റൂളും പ്രോഡക്റ്റ് റൂളും ഒക്കെ വെച്ചിട്ട് നമുക്ക് എന്താ വെച്ചും ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻഡിങ് ടു 0 u of x plus delta x into ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻഡിങ് ടു 0 v of x plus delta x minus v of x by delta x plus v of x into limit delta x tending to 0 u of x plus delta x minus u of x by delta x. ഓക്കെ, ഈ ലിമിറ്റ് ആണ് എന്താണ്, യു ഡാഷ് ഓഫ് എക്സ് ആണ്. ഇതെന്ന് പറഞ്ഞ എന്താണ്, ബി ഡാഷ് ഓഫ് എക്സ് ആണ് മുന്നേ ചെയ്തിട്ടുണ്ട്. ബൈ യൂസിങ് യു ആൻഡ് വി ആർ ഡിഫറൻഷ്യബിൾ, ഇവിടെ ഡിഫറൻഷ്യബിൾ. ഓക്കെ, ഡിഫറൻഷ്യബിൾ ആൻഡ് യു ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് ടെൻഡിങ് ടു യു ഓഫ് എക്സ് ആസ് ഡെൽറ്റ ടെൻഡിങ് ടു 0. ഡെൽറ്റ 0ലേക്ക് പോകുമ്പോൾ യു ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് വന്നൊരു യു ഓഫ് എക്സിലേക്ക് പോകും. ഹൻസ് ദ ലിമിറ്റ് ഓൺ ദി എൽ എച്ച് എസ് എക്സിസ്റ്റ് ആൻഡ് സോ എഫ് ഈക്വൽ ടു യു വി ഈസ് ഡിഫറൻഷ്യബിൾ അറ്റ് ദി പോയിന്റ് എക്സ്. Okay, and also f dash of x is equal to എന്തെരും u of x into v dash of x plus v of x into u dash of x. That is uv dash of x is equal to എന്തെരും u of x into v dash of x plus v of x into u dash of x. That's equal to എന്താണ് d by dx of uv equal to എന്താണ് u into dv by dx plus v into du by dx ആണ്. അപ്പോൾ ഈ പ്രോഡക്റ്റ് റൂൾ എന്താണ്, ഇമ്പോർട്ടന്റ് ആണ്, പ്രൂഫ് ശരിക്കും നോക്കാം. ഓക്കെ, നെക്സ്റ്റ് വരുന്ന റൂളാണിത്, ദ കോഷ്യന്റ് റൂൾ. u and v are differentiable functions of x, then their product u by v is differentiable at every point and v of x not equal to 0. At such a point u by v dash of x is equal to എന്തെങ്കിലും u dash of x into v dash of x minus u of x into v dash of x by v of x the square or d by dx of u by v equal to എന്താണ് du by dx into v minus u into dv by dx by v square. അതായത് u ന്റെ ഡെറിവേറ്റീവ് into v of x minus u into v യുടെ ഡെറിവേറ്റീവ് ഡിവൈഡ് ബൈ v യുടെ സ്ക്വയർ. ഓക്കെ, ഇപ്പൊ ലെറ്റ് എഫ് ഓഫ് എക്സ് ആണ് നമ്മൾ എന്തെടുക്കുക, യു ബൈ വി ഓഫ് എക്സ് ആക്കി എടുക്കുക. ദാറ്റ് ഈസ് യു ബൈ വി ഓഫ് എക്സ് ആണ് എന്താ, യു ഓഫ് എക്സ് ബൈ വി ഓഫ് എക്സ് ആണ്. വേർ യു ആൻഡ് വി ആർ ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ ഓഫ് എക്സ്. സിൻസ് യു ആൻഡ് വി ആർ ഡിഫറൻഷ്യബിൾ ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻഡിങ് ടു 0 യു ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് യു ഓഫ് എക്സ് ബൈ ഡെൽറ്റ എക്സ് ഇസ് ഈക്വൽ ടു യു ഡാഷ് ഓഫ് എക്സും ആൻഡ് ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻഡിങ് ടു 0 വി ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് വി ഓഫ് എക്സ് ബൈ ഡിവൈഡ് ബൈ ഡെൽറ്റ എക്സ് ഇസ് ഈക്വൽ ടു എന്ത് എഴുതാൻ പറ്റും, വി ഡാഷ് ഓഫ് എക്സ് എഴുതാൻ പറ്റും. Then for any x in the domain of u by v, f of x plus delta x minus f of x by delta x നമുക്ക് എന്ത് പറ്റും, f of x എന്ന് പറഞ്ഞാൽ എന്താണ് u of x by v of x ആണ്. u of x plus delta x by v of x plus delta x ഉം മൈനസ് v of x by v of x divided by delta x വരും. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യാം, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. യു ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് ഇൻറ്റു വി ഓഫ് എക്സ് മൈനസ് യു ഓഫ് എക്സ് ഇൻറ്റു വി ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് ഡിവൈഡ് ബൈ ഡെൽറ്റ എക്സ് ഇൻറ്റു വി ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് ഇൻറ്റു വി ഓഫ് എക്സ് വരും. ഇനി എന്ത് ചെയ്യാം, നമ്മൾ യു ഓഫ് എക്സ് ഇൻറ്റു വി ഓഫ് എക്സ് നമ്മൾ എന്ത് ചെയ്യാം, ആഡ് ചെയ്യാം, മൈനസ് ചെയ്യാം. That is u of x plus delta x into v of x minus u of x into v of x plus u of x into v of x minus u of x into v of x divided by delta x into v of x plus delta x into v of x. ഫസ്റ്റ് രണ്ട് ടേമിൽ v of x പുറത്തെടുക്കുക, ഇവിടുന്ന് എന്ത് ചെയ്യാം, u of x പുറത്തെടുക്കുക. then എന്ത് വരും, v of x into u of x plus delta x minus u of x divided by delta x minus u of x into v of x plus delta x minus v of x by delta x divided by v of x plus delta x into v of x വരും. ഓക്കെ, ഇവിടെ നമ്മൾ delta x നമ്മൾ മുകളിലേക്ക് എടുത്തു. ഓക്കെ, then since v of x not equal to 0 and delta x is an arbitrary small quantity, v of x plus delta x is not equal to 0. Therefore v of x plus delta x into v of x എന്ത് വരും, not equal to 0 വരും. Hence using quotient rule, sum rule, product rule and constant multiple rule of limit we get
ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻഡിങ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് ഡിവൈഡ് ബൈ ഡെൽറ്റ എക്സ് ഇസ് ഈക്വൽ ടു എന്ത് വരും? ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻഡിങ് ടു 0 വി ഓഫ് എക്സ് ഇൻറ്റു അതിൽ നമ്മൾ ലിമിറ്റ് കൊടുക്കുക. എന്നിട്ട് ഓരോ ടേംസിലും ലിമിറ്റ് നമ്മൾ സം റൂളും പ്രൊഡക്റ്റ് റൂളും വെച്ച് ചെയ്യുക. എന്നാൽ നമുക്ക് എന്ത് വരും? ഇതിന് ലിമിറ്റ് ആണ് എന്താണ്? യു ഡാഷ് ഓഫ് എക്സ് ആണ്. ഇത് തന്നെ വി ഡാഷ് ഓഫ് എക്സ് ആണ്. ഇവിടെ എന്ത് വരും? ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻഡിങ് ടു 0 വി ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് എന്ത് വരും? വി ഓഫ് എക്സ് വരും. വി ഓഫ് എക്സ് വരും. വി ഓഫ് എക്സ് വി ഓഫ് എക്സ് എന്നാലും വി ഓഫ് എക്സ് ദി സ്ക്വയർ വരും. ആസ് ഡെൽറ്റ എക്സ് ടെൻഡിങ് ടു 0 v of x plus delta x approaches v of x not equal to 0 by using differentiability of u and v at x, the limit of two fractions of the numerator of the RHS right hand side exists, hence the limit on the LHS exists, and so it's differentiable at the point x. Okay, also f dash of x is equal to എന്ത് limit delta x and it is 0 f of x plus delta x minus f of x by delta x എന്തായിട്ട് വരും? u dash of x into v of x minus u of x into v dash of x by v of x the square, that is u by v dash of x is equal to u dash of into v dash minus u dash of into v dash divided by v of x the square, that is d by dx of u by v എന്ത് വരും? d by dx into v minus u into d by dx of v divided by v square വരും. ഇപ്പോൾ പ്രൊഡക്റ്റ് റൂളും കോഷ്യൻ റൂളും ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കി വെക്കുക. പ്രൂഫും ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ നമുക്ക് ഇതിന് കൊറോളറി വരുന്നുണ്ട്, റെസിപ്രോക്കൽ റൂൾ. ഇഫ് g is a differentiable function of x, then its reciprocal 1 by g is differentiable at every point where g is differentiable and g of x is not equal to 0. At such a point 1 by g of x is equal to എന്താണ്? minus g dash of x by g of x the square, or d by dx of 1 by g equal to എന്ത് വരും? minus 1 by g square into d by dx of g. ഇതെന്ത് ചെയ്യാം? നമ്മൾ നേരത്തെ ചെയ്തതിൽ കോഷ്യൻ റൂളിൽ എന്ത് ചെയ്യാം? എഫ് ഓഫ് എക്സിന് പകരം 1 കൊടുക്കാം. അപ്പോൾ എന്ത് വരും? 1 ഡെറിവേഷൻ 0 പോകും. എന്നിട്ട് അല്ലെങ്കിൽ ഇക്വേഷൻ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് എന്ത് വരും? 1 by g of x is equal to minus g dash by g square വരും. ഓക്കെ, നെക്സ്റ്റ് ദി കോഷ്യൻ റൂൾ. ഇഫ് n is a negative integer, n ഒരു നെഗറ്റീവ് ഇന്റിജർ ആണ് and x not equal to 0, then x raised to n is differentiable and d by dx of x raised to n എന്ത് വരും? n into x raised to n minus 1 ആയിരിക്കും. ഇവിടെ n എന്താണ്? നെഗറ്റീവ് നമ്പർ ആണ്. സോ ലെറ്റ് n equal to minus m കൊടുക്കുക. m എന്തായിരിക്കും? പോസിറ്റീവ് ആണ്. m greater than 0. then using quotient rule വെച്ച് നമുക്ക് എന്ത് ചെയ്യാം? d by dx of x raised to n എന്ത് വരും? d by dx of x raised to minus m വരും അല്ലെ? n എന്നാൽ എന്താണ്? മൈനസ് എം ആണ്. അപ്പോൾ d by dx of 1 by x raised to m വരും. അപ്പോൾ ക്വോഷ്യന്റ് റൂൾ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം? x raised to m ന്റെ ഡെറിവേഷൻ ഓഫ് 1 minus 1 ന്റെ ഡെറിവേഷൻ ഓഫ് x raised to m by x raised to m the square വരും. ദാറ്റ് ഈസ് 1 ന്റെ ഡെറിവേഷൻ 0 ആയതുകൊണ്ട് ഇത് മൊത്തത്തിൽ 0 പോകും. 1 into d by dx of x raised to m എന്താണ്? minus m all raised to m minus 1 by x raised to 2m വരും. minus m into x raised to m minus 1 നെ x raised to m കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ വരും minus m into x raised to minus m minus 1. minus m എന്താണ്? minus m എന്നാൽ n ആണ്, minus m ആണ് n വരും. അപ്പോൾ എന്ത് വരും? n into x raised to n minus 1 വരും. ഓക്കെ, n കൊറോളറി ആണ് നെക്സ്റ്റ് വരുന്നത്. ഇൻഡിജർ പവർ റൂൾ. ഇഫ് n is any positive, negative or zero integer, when n less than 0, x must be non-zero, then x raised to n is differentiable and d by dx of x raised to n equal to n into x raised to n minus 1. ഇത് നമ്മൾ സീറോന്റെ കേസ് എടുക്കുക. n 0 ആകുമ്പോൾ എന്ത് വരും? x raised to 1 പറഞ്ഞാൽ 1 വരും. x raised to 0 പറഞ്ഞാൽ 1 വരും. അപ്പോൾ d by dx of 1 വരും. അപ്പോൾ 1 into x raised അത് എന്ത് വരും? 0 വരുമ്പോൾ കോൺസ്റ്റന്റ് ആയതുകൊണ്ട്. പിന്നെ നമ്മൾ x പോസിറ്റീവ് നെഗറ്റീവിന്റെ കേസ് നമ്മൾ നേരത്തെ ചെയ്തതിന് വെച്ചിട്ട് നേരത്തെ ചെയ്ത പ്രൂഫുകൾ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യും? അത് വെച്ച് ഫോളോ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യാം? ഡിഫറൻഷ്യൽ റൂൾ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രോബ്ലംസ് ചെയ്യാൻ നമുക്ക് അത് ആവശ്യമുണ്ട്. ഓക്കെ, ക്ലിയർ? അപ്പോൾ എല്ലാത്തിൻ്റെ പ്രൂഫും ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കി വെക്കാം.